നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കീവേഡ് റിസർച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് ആഡ് സെറ്റ് ചെയ്തായിരുന്നു. ആ ഗൂഗിൾ സെർച്ച് ആഡ് സെറ്റ് ചെയ്തത് നമ്മൾ പറഞ്ഞു PPC ആണ്. അപ്പോൾ നമുക്ക് കീവേഡിനായിരിക്കും കീവേഡ് സെർച്ച് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അവിടെ ഒരു ആഡ് സെറ്റ് ചെയ്ത് ആ പർട്ടിക്കുലർ കീവേഡ്സിന് സെർച്ച് വരുന്ന രീതിയിലായിരിക്കും നമ്മുടെ ആഡ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ, അതായത് ഗൂഗിളിൻ്റെ റിസൾട്ട് പേജിൽ നമുക്ക് കാണിച്ചു തരുന്നത്. സോ അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കീവേഡ് റിസർച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കീവേഡ് റിസർച്ച് ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ സെർച്ച് ആഡ് ചെയ്യുന്നതെങ്കിൽ ഏതിലാണ് നമുക്ക് ഏത് കീവേഡ്സിലൂടെയാണ് നമുക്ക് എൻക്വയറീസ് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് സെയിൽസ് കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള കീവേഡ്സ് ഫൈൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബിഡ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അതിൻ്റെ കോമ്പറ്റീഷൻ എത്രയാണെന്ന് നോക്കണം. അതായത് നമുക്ക് പല ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കീവേഡ് റിസർച്ച് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ഗൂഗിളിന് തന്നെ ഒരു ഫ്രീ ടൂളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സംപ്രേഷൻ എന്ന് പറയുന്ന മറ്റൊരു ടൂളുണ്ട്. അങ്ങനെ ധാരാളം ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൊമേഴ്ഷ്യൽ ഇൻറ്റൻറ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതായത് ഒരു കീവേഡിൽ നിന്ന് നമുക്ക് എത്രത്തോളം സെയിൽസ് അല്ലെങ്കിൽ കൺവേർഷൻസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ എൻക്വയറി ലീഡ്സ് എങ്ങനെ കിട്ടും എന്നത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ആഡ് സെറ്റ് ചെയ്ത് റൺ ചെയ്യിക്കാനായിട്ട്. സോ ഇതിന് നമ്മൾ പറയുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കീവേഡ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ആ ഒരു ടൂൾ തന്നെയാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഇത്ര ഡേറ്റിൽ നമുക്ക് വരുന്ന അല്ലെങ്കിൽ ഇന്ന പീരീഡ് ഓഫ് ടൈമിൽ വരുന്ന ആ കീവേഡിൻ്റെ സെർച്ച് വോളിയം എത്രയാണ്, അതിന് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, അതിൻ്റെ ബിഡ് എത്രയാണ് വരുന്നത്, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ സെർച്ച് ആഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സെർച്ച് ആഡ് സെറ്റ് ചെയ്യുന്നത് പഠിച്ചായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് കൂടുതൽ കീവേഡ്സ് കൊണ്ടുവരിക, അതിൽ നിന്ന് നമുക്ക് ആ സെർച്ച് ആഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി സ്കോർ അല്ലെങ്കിൽ അതിൻ്റെ ആ റാങ്ക് എത്രയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു കീവേഡിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഓരോ കീവേഡിനും ക്വാളിറ്റി സ്കോർ കാണും. ആ ക്വാളിറ്റി സ്കോർ എത്രയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെയായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. സോ അത് എങ്ങനെയാണ്, അപ്പം അതിനുള്ള ഇനിഷ്യൽ സ്റ്റേജാണ് നമ്മൾ കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണിത്. ഇതിലൂടെയായിരിക്കും നമ്മുടെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ട്രാഫിക് വരുന്നതും ആ വരുന്ന ട്രാഫിക്ക് കസ്റ്റമേഴ്സായിട്ട് മാറുന്നതെല്ലാം ഈ ഒരു കീവേഡ് റിസർച്ച് നമ്മൾ എടുക്കുന്ന തെറ്റായ കീവേഡ് ആണെങ്കിൽ, അതായത് നമുക്ക് ബിസിനസ്സിലേക്ക് ഒരു ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് കൊണ്ടുവരാൻ സാധിക്കാത്ത കീവേഡ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് ഒരു റിട്ടേൺ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കീവേഡ് എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിൾ തന്നെ ഒരു ടൂളാണ് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറയുന്നത്. ആ കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ആ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കീവേഡ് റിസർച്ച് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് മാത്രം മതി. ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ നമുക്ക് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ആ ഒരു ടൂൾ നമുക്ക് ടൂൾസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിനെ ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് പ്ലാനിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ടൂൾ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കവർ ന്യൂ കീവേഡ്സ്, അതുപോലെ തന്നെ ഗെറ്റ് സെർച്ച് വോളിയം ആൻഡ് ഫോർകാസ്റ്റ് എന്നും പറഞ്ഞ രണ്ട് ഓപ്ഷനാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കീവേഡ് ഫൈൻഡ് ചെയ്യുന്നത്. നമുക്ക് വേറെയും ടൂൾസുകൾ ഉണ്ട്. അതായത് സംപ്രേഷൻ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കീവേഡ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അത് പെയ്ഡാണ് വരുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് പെയ്ഡിലേക്ക് വരും. അപ്പം ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്.
അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഡേറ്റ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ കീവേഡ് പ്ലാൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഡിസ്കവർ ന്യൂ കീവേഡ്സ്, അതോടൊപ്പം തന്നെ ഗെറ്റ്, സെർച്ച് വോളിയം ആൻഡ് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷനായിരിക്കും വരുന്നത്. നമുക്ക് പുതിയ കീവേഡ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന് പറയുന്നതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി അതെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ കീവേഡ്സ് ഉണ്ട്, അതിൻ്റെ സെർച്ച് വോളിയം, അതിൻ്റെ ഫോർകാസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഫോർകാസ്റ്റ് എങ്ങനെയായിരിക്കും അത് ഭാവിയിലേക്ക് നടക്കാൻ പോകുന്നത്, അത് ഈ ഫ്യൂച്ചറിലോട്ട് എന്തുമാത്രം സെയിൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ഡിസ്കവർ ന്യൂ കീവേഡ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കിവിടെ സ്റ്റാർട്ട് വിത്ത് കീവേഡ്സ് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് വെബ്സൈറ്റ് എന്നും പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് വിത്ത് കീവേഡ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മൾ എന്തിൻ്റെ കീവേഡാണ് വേണ്ടത് ആ കീവേഡ് നമ്മളിവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേന് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ നമുക്കിവിടെ കാണിച്ചു തരും. ഇനി എങ്ങനെയാണ് കീവേഡ് എടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു. ഇംഗ്ലീഷ് ഡീഫോൾട്ട് ലാംഗ്വേജ് അത് തന്നെയായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും എല്ലാവരും സെർച്ച് വരുന്നത്. അപ്പോൾ അത് തന്നെ ഇംഗ്ലീഷ് ആയിരിക്കും നമുക്ക് കിടക്കുന്നത്. ഇനി ഇന്ത്യ നമുക്ക് എവിടെയുള്ള സെർച്ചാണ് വേണ്ടത്, നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ലൊക്കേഷൻ ഇന്ത്യ അല്ലെങ്കിൽ കേരള എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ നമുക്ക് ഇവിടുന്ന് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയാണ് കിടക്കുന്നത്. ഇനി അതിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൺട്രി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം അത് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഗെറ്റ് റിസൾട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് തൊട്ട് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇത് തന്നെ ഗൂഗിളിലാണ് നമ്മൾ സെർച്ച് വന്നിരിക്കുന്ന കീവേഡ്സുകളാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഫെബ്രുവരി 2024 തൊട്ട് ജാനുവരി 2025 ഏകദേശം ഒരു 1 ഇയറിലെ റിസൾട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി എന്തുമാത്രം റിസൾട്ടിൻ്റെ സെർച്ച് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും. റൈറ്റ് സൈഡ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് കീവേഡ് റിഫൈൻ ചെയ്യാൻ പറ്റും. റിഫൈൻ കീവേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ബ്രാൻഡഡ്, നോൺ ബ്രാൻഡ്, സർവീസ്, ആദേശം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇനിയും ഫിൽട്ടർ ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിയാൻ നേരത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കീവേഡിൻ്റെ ആവറേജ് മന്ത്ലി സെർച്ച് എന്ന് പറയുന്നത് 100K തൊട്ട് 1 മില്യൺ ആണ് വന്നിരിക്കുന്നത്. ഇത് 3 മന്ത് ചേഞ്ചാണ്, അതായത് 3 മാസത്തെയും അതിൻ്റെ തൊട്ട് ലാസ്റ്റ് ഇയറിലെ 3 മന്തിലെയും 3 മാസത്തെ ചേഞ്ചസ് ആയിരിക്കും ഇവിടെ നമുക്ക് കമ്പയർ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ 3 മന്തിലെ ചേഞ്ചസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇയറിലെ ചേഞ്ചസ്, അതായത് ഇതിൽ വർഷത്തെ, അതായത് ഒരു ഇയറിലെയും മറ്റു പുറത്തെ ഇയറിലെയും ചേഞ്ചസ് എത്ര പെർസെൻറ്റേജ് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് കോമ്പറ്റീഷനാണ്. അതായത് നമുക്ക് 3 ടൈപ്പ് കോമ്പറ്റീഷൻ വരും. ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. ലോ ആണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു കീവേഡിന് വേണ്ടിയിട്ട് അധികം ആരും ബിഡ് അല്ലെങ്കിൽ അധികം ആരും കോമ്പറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ലോ കാണിക്കുന്നത്. അതായത് ഇവിടെ എപ്പോഴും ഒരു എമൗണ്ട് വളരെയധികം കുറവായിരിക്കും, അല്ലെങ്കിൽ ബിഡ് വരുന്നത് എപ്പോഴും കുറവായിരിക്കും. കാരണം ഈ ഒരു കീവേഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ടൈൽ കീവേഡ് അധികം ആരും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ പേജ് ബിഡ് എത്രയാണെന്ന് കാണിച്ചു തരും. അതായത് നമുക്ക് എത്രത്തോളം പൈസ അതിൻ്റെ ടോപ്പ് ലോ റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. 28 രൂപയാണ് കുറവ് വരുന്നത്. അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്, ഹൈ റേഞ്ച് എന്ന് പറയുന്നത് 245 ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് താഴേക്ക് പോയി കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ധാരാളം കീവേഡ്സുകൾ ഓൺലൈൻ മാർക്കറ്റിംഗ് 1K തൊട്ട് 10K, ലോ 34, 300 എബോവ് ആണ് വരുന്നത്, 350 എബോവ് വരുന്നത്. ഇനി മറ്റൊരു കീവേഡാണ് ഗൂഗിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് മീഡിയം കീവേഡാണ്. അതിന് കുറച്ചും കൂടെ കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് കുറച്ചും കൂടെ ആളുകൾ ആ ഒരു കീവേഡിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കുറവ് എന്ന് 16 രൂപയും കൂടുതലെന്ന് പറയുന്നത് 177 രൂപയുമാണ് അവിടെ നമുക്ക് വരുന്നത്, അതായത് ഈ ഒരു കീവേഡിന് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് മാക്സിമം 500 വരെ കൊടുക്കാം. 500 കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇവിടെ നമുക്ക് അതിനനുസരിച്ച് ഫിൽട്ടർ ചെയ്ത് കാണിച്ചു തരും. ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വേറെ മീഡിയം ഉണ്ട്, കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അവിടെ നമുക്ക് 104.22 എന്ന് പറയുന്ന റേഞ്ചിലാണ് വരുന്നത്. ധാരാളം മീഡിയം കീവേഡ്സുകൾ ഇനിയും കാണാം. വീണ്ടും താഴേക്ക് വന്ന് കഴിയുമ്പോഴത്തേന്
ഹൈ കോമ്പറ്റീഷൻ കീവേഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് വേറൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കീവേഡാണെന്ന് തോന്നുന്നു. അതിന് 194 ആണ് അതിൻ്റെ ടോപ്പ്. ലോ എന്ന് പറയുന്നത് 60 രൂപയാണ്. ഇനി നമുക്ക് നോക്കി കഴിയുമ്പോൾ ധാരാളം കീവേഡ്സുകൾ മീഡിയം ലോ ആയിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലോ എന്ന് പറയുന്ന കീവേഡിന് എപ്പോഴും ക്ലിക്കിനെപ്പോഴും എന്തായിരിക്കും, നമുക്ക് ആ ഒരു കൊമേഴ്സ് ഇൻറ്റൻറ്റ് വളരെയധികം കൊമേഴ്സ്യൽ ഇൻറ്റൻറ്റ്, അതായത് സെയിൽസ് വരാനുള്ള ചാൻസ് പല കാര്യങ്ങൾ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കീവേഡ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വാട്ട്, വെൻ അല്ലെങ്കിൽ വൈ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഒന്നും കൂടെ ഇൻറ്റൻ്റ് ആയിട്ട്, അതായത് നമുക്ക് ബിസിനസ് വരുന്നത് അല്ലെങ്കിൽ ഒരു സെയിൽ നടക്കുന്നത് അല്ലെങ്കിൽ എൻക്വയറി വരുന്ന രീതിയിൽ അതിലൂടെ നമുക്കൊരു ഇൻകം ബിസിനസ്സിലേക്ക് വരുന്ന രീതിയിലുള്ള കീവേഡ്സ് ആണെങ്കിൽ അതനുസരിച്ച് വേണം കീവേഡ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് ലോ ആണ്, ഗൂഗിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മീഡിയമാണ്. അങ്ങനെ നമുക്ക് ധാരാളം കീവേഡ്സുകൾ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഈ കീവേഡ്സ് അതിൻ്റെ പ്രത്യേകത കോമ്പറ്റീഷൻ അനുസരിച്ചായിരിക്കും ഇതിൽ നമുക്ക്, അതായത് ഹൈ കോമ്പറ്റീഷനുള്ള കീവേഡ്സുകൾ എപ്പോഴും അതിൻ്റെ ആ ഒരുപാട് പേര് അതിന് കോമ്പറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ബിഡ് വരുന്നതിനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ലോ ആകുമ്പോൾ തന്നെ അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ലോ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് ആ ഒരു കീവേഡ് ചൂസ് കഴിഞ്ഞാൽ ഒരുപാട് സെർച്ച് വോളിയുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് ക്ലിക്ക് വന്ന് നമ്മുടെ ആ ഒരു ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഫണ്ട് നമ്മുടെ നിന്ന് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ കീവേഡ് സെർച്ച് ചെയ്യാനായിട്ട്. അതായത് മീഡിയം കീവേഡ്സുകൾ അതോടൊപ്പം തന്നെ ഹൈ കോമ്പറ്റീഷൻ കീവേഡുകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ ആഡ്സിൽ സെറ്റപ്പ് ചെയ്യുന്ന സെർച്ച് ക്യാമ്പയിൻ്റെ ക്വാളിറ്റി സ്കോർ കൂട്ടുകയും അതിൻ്റെ ആഡ് റാങ്ക് കൂട്ടുകയൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വളരെ ഓരോ ക്ലിക്കിന് ഒരുപാട് എമൗണ്ട് കോസ്റ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ലാൻഡിംഗ് പേജിൻ്റെ റെലവൻസി ഒക്കെ അതിൻ്റെ ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം നോക്കി വേണം കീവേഡ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഹൈ കോമ്പറ്റീഷൻ കീവേഡുകൾ എടുക്കുമ്പോൾ നമുക്ക് ബിസിനസ്സിലേക്ക് എൻക്വയറി വരും, അതോടൊപ്പം തന്നെ ക്ലിക്കിന് ഒരുപാട് എമൗണ്ട് വരുന്നുണ്ട്. പേപ്പർ ക്ലിക്കാണ്, അപ്പോൾ ഒരുപാട് എമൗണ്ട് വരുന്നു. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇനി നമുക്ക് വേറൊരു കീവേഡ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സ്റ്റഡി അപ്ലൈഡ് സർവീസസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു കീവേഡ് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടുത്തെയും സ്റ്റഡി അപ്ലൈഡ് സർവീസസ് 10 to 100 ആണ്. ലോ ആണ് കോമ്പറ്റീഷൻ വരുന്നത്, അതിൻ്റെ റേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി മറ്റൊരു കീവേഡാണിത്, എബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്. ആ കൺസൾട്ടൻസിൻ്റെ അത് വരുന്നത് 10K to 100K ആണ്. കോമ്പറ്റീഷൻ വരുന്നത് മീഡിയമാണ്, അതായത് മീഡിയം കോമ്പറ്റീഷൻ, അതായത് ഒരുപാട് ആളുകൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു നല്ലൊരു കീവേഡാണിത്. അതുപോലെ അബ്രോഡ് സ്റ്റഡി കൺസൾട്ടൻസി അതിൻ്റെ മീഡിയം ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ റേറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് അതിൻ്റെ ലോ ആണ്, അതായത് അധികം അതിന് കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് മീഡിയം എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ലോയും എടുക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നമ്മൾ എടുക്കുന്ന കീവേഡ് അനുസരിച്ച് നമ്മൾ ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്ത് അതിൻ്റെ ഹാർഡ് കോപ്പി, അതിൻ്റെ ലാൻഡിംഗ് പേജ് ഒക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ സ്റ്റഡി അബ്രോഡ് മെഡിക്കൽ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഹൈ കോമ്പറ്റീഷൻ കീവേഡാണ് ആ ഒരു കീവേഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ബിഡ് അല്ലെങ്കിൽ ഒത്തിരി പേര് ഈ ഒരു പർട്ടിക്കുലർ കീവേഡിന് വേണ്ടിയിട്ട് ബിഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മത്സരിക്കുന്നുണ്ട്. സോ ഇത് വളരെയധികം കോമ്പറ്റീഷൻ കൂടി വരുന്ന ഒരു കീവേഡാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വേണം നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മീഡിയം കീവേഡ്സും ലോ കീവേഡ്സ് അതുപോലെ തന്നെ ഹൈ കോമ്പറ്റീഷൻ കീവേഡ്സ്, ഈ കീവേഡ്സ് നോക്കുക, ഇതിൻ്റെ ബിഡ് റേറ്റ് നോക്കുക എത്രയാണെന്ന് നോക്കുക. അതെല്ലാം നമുക്കൊരു ഷീറ്റിലേക്ക് നമ്മൾ മാക്സിമം എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ 2 കീവേഡ് നോക്കി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ്, സ്റ്റഡി അബ്രോഡ് സർവീസസ് റിലേറ്റഡ് നമ്മൾ നോക്കി. ഇനി നമുക്ക് റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് നോക്കാം. ഇനി അതെല്ലാം വേറെ എന്തെങ്കിലും കോഴ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് MBA എന്ന് കൊടുക്കുന്നു, അതിന് ശേഷം ഞാൻ ഗെറ്റ് റിസൾട്ട് കൊടുക്കുന്നു. അപ്പം അതിൻ്റെ എങ്ങനെയാണ് സെർച്ച് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതെല്ലായ്പ്പോഴും തന്നെ 100K to 1 million ഉണ്ട്, മീഡിയമാണ്. MBA എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് കീവേഡ് ആയിട്ട് തന്നെ ഒത്തിരി പേര് അതിന് വേണ്ടിയിട്ട് മീഡിയമാണ് വന്നിരിക്കുന്നത്. ഓൺലൈൻ MBA ഉണ്ട്, ഹൈ കോമ്പറ്റീഷൻ കീവേഡാണ്. ഓൺലൈൻ MBA പ്രോഗ്രാം ഹൈ കോമ്പറ്റീഷനാണ്. അതിൻ്റെ റേറ്റ് നമുക്ക് 400, 500 ഒക്കെയാണ് അതിൻ്റെ ഹൈ കോമ്പറ്റീഷൻ ഹൈ റേഞ്ച് ബിഡ് വരുന്നത്.
ഓക്കെ, ഹൈ മീഡിയം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കീവേഡ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ലോ മീഡിയം ഹൈ എടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കൂട്ടി അതിൻ്റെ ആഡ് റാങ്ക് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കീവേഡ് എടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ആ ഒരു അതിനനുസരിച്ച് നമ്മുടെ ഇനി എങ്ങനെയാണ് നമ്മൾ ആഡ് സെറ്റ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 3 സെറ്റിലുള്ള കീവേഡ്സുകൾ എടുത്തു. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതോടൊപ്പം തന്നെ സ്റ്റഡിയിലൂടെ MBA എന്ന് പറയുന്നത് നോക്കി. ഇനി എന്തൊക്കെ ആണോ നിങ്ങൾ ബിസിനസ്സിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പോകുന്നതിൻ്റെ എല്ലാ കീവേഡ്സുകളും ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഹൈ മീഡിയം കോമ്പറ്റീഷനുകൾ ഒരു സെറ്റാക്കി നമുക്ക് ഒരു ഷീറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതെല്ലാം ഒരു ഷീറ്റിലേക്ക് മാറ്റാം. ഒരു ഷീറ്റിലേക്ക് മാറ്റിയിട്ട് അത് എടുത്തുകൊണ്ട് നമുക്ക് ഇനി ആഡ്സ് ക്യാമ്പയിനെ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഒരു ഗൂഗിൾ സെർച്ച് ആഡ് സെറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് കീവേഡ്സ് എടുത്തായിരുന്നു. നമുക്കൊരു 15 സെറ്റ് ഓഫ് കീവേഡ്സ് വെച്ചൊരു 2, 3, 4 ഇൻഡസ്ട്രിയിലെ കീവേഡ്സുകൾ നമുക്ക് കളക്ട് ചെയ്തിട്ട് ഹൈ മീഡിയം കോമ്പറ്റീഷൻ വരുന്ന കീവേഡ്സുകൾ എടുത്തിട്ട് നമുക്കതിൻ്റെ എങ്ങനെയാണ് നമുക്കത് വെച്ചുകൊണ്ട് ഒരു സെർച്ച് ആഡ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.